വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ആ സ്വർഗ്ഗത്തിന്റെ മഹത്വം ചെന്നിട്ട് അല്ലാഹു ചൊല്ലു. ആരക ആ സ്വർഗ്ഗ അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. സ്വർഗ്ഗത്തേക്ക് പോണ്ട മനുഷ്യന്മാരെ അടയാള. സ്വർഗ്ഗത്തേക്ക് ഹാദിനങ്ങ ചൊന്തറുമ്പോ, സ്വർഗ്ഗത്തേക്ക് റൂട്ട് ചൊന്തറുമ്പോ സ്വർഗ്ഗത്തേക്ക് പോണ്ട മനുഷ്യന്മാർക്ക് ഉണ്ടാവണായ സ്വഭാവ മുത്തനബി തങ്ങ ചൊല്ലു. അല്ലദീന ആ വിഭാഗം അങ്ങനത്തെ സ്വർഗ്ഗത്തേക്ക് പോണ്ട ആൾമാരാറുകൊണ്ടുണ്ട്. യഖൂലൂ അവർ എപ്പോഴും ദുആർന്നോണ്ടിക്കടി. യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. പടച്ചോനെ ഇന്നനാ ആമന്നാ ഞങ്ങൾ നിന്നൊട്ടുക്ക് വിശ്വാസം വെച്ചേ അല്ലാഹ്. നിന്റെ ഖുർആനിലേക്ക് വിശ്വാസമുണ്ട് അല്ലാഹ്. നിന്റെ നാളെ മഹ്ശറാ ലോകത്തിലേക്ക് വിശ്വാസമുണ്ട് അല്ലാഹ്. മരിക്ക കൊണ്ട് ചൊല്ല വിശ്വാസം നമുക്ക് കൊണ്ടു അല്ലാഹ്. സ്വർഗ്ഗത്തേക്ക് പോണോ സ്വർഗ്ഗ നരക കൊണ്ട് ചൊല്ല വിശ്വാസമുണ്ട് അല്ലാഹ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. അല്ലാഹ് പടച്ചോനെ ഞങ്ങളെ ദോഷത്തെ നീ പൊറുത്തുതാ അല്ലാഹ്. കണക്കും കയ്യില്ലാത്ത എത്രമാ ദോഷം നന്നാക്കിട്. ഞങ്ങളെ നാവിൽ എത്ര ദോഷം ഉണ്ടാക്കിടാ, എത്ര ഹറാമ ഞങ്ങൾ പടക്ക പറഞ്ഞിടാ, എത്ര ഹറാമായ പ്രവൃത്തി ഞങ്ങാക്കിടാ, എത്ര ആളെ ഞങ്ങൾ ആക്രമിച്ചിടാ. ഇതെല്ലാം ഞങ്ങളെ മനസ്സിൽ വരണ്ടേ. നിസ്കാര കളിഞ്ഞിട്ട് പുറത്ത് വരുമ്പോ ഞങ്ങളെ മനസ്സിലുണ്ടായനായത് അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പടച്ചോണ്ടിട്ട് ദുആർക്കണ്ടേ. ഇത് ഇമാമക്ക് വേണായിട്ട് മാത്രം ഉള്ള ദുആ അല്ല. ഇമാമ ദുആർക്കുമ്പോ ആമീൻ ചൊന്നങ്ങ് മാത്രമയ്യാവലെ. എല്ലാ നല്ല പ്രവൃത്തി എടുത്തിട്ട് പടച്ചോനെ തഖബ്ബൽ മിന്നാ ചൊല്ലണോ. വാല് കളഞ്ഞിട്ട് ദുആർന്നിട്ട് പോകുമ്പോ അല്ലാഹുവേ മനസ്സ് തുറന്നിട്ട് റബ്ബിലോട്ട് ചൊല്ലു. അല്ലാഹ് രണ്ട് കണ്ട വാലുക വന്ന് വെച്ച് തഖബ്ബൽ മിന്നാ ഇത് ഞങ്ങളിട്ട് നീ സ്വീകരിക്കുക അല്ലാഹ്. സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ എത്ര പ്രതിഫല പടച്ചോന് തരോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ലോക ചരിത്രത്തിൽ ഈ ദുആ ഫസ്റ്റ് ദുആർന്ന ആള് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. എല്ലാ നിസ്കാര കളഞ്ഞിട്ട് കൂട്ടു പ്രാർത്ഥനകള് ഇമാമ ഖതീബ് ഉസ്താദ് ദുആർക്കട്. നിസ്കാര കളഞ്ഞിട്ടുള്ള ദുആ ഔത്തിൽ ഓലോദോദിര് ദുആർക്കട്. ലാസ്റ്റ് ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇത് ആര് ദുആർന്ന ദുആ? ഇത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് പുനർനിർമ്മാണാക്കിയിട്ട് ആ കഅബ ശരീഫിന്റെ പൂർത്തിയായിട്ട് അത് അവിടെ സമർപ്പണാക്കുമ്പോ രണ്ട് കൈ മേൽപോട്ട് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ചൊല്ലു. അല്ലാഹ് ഇത് ഞങ്ങളിട്ട് സ്വീകരിക്കുക അല്ലാഹ്. എന്തേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആർക്കുക കാരണ അല്ലാഹു സ്വീകരിച്ചില്ലണ്ടായ ഇബ്രാഹിം നബിക്ക് അതിൽ പുണ്യം കിട്ടുകയില്ല. അല്ലാഹു ആ കഅബ ശരീഫിന്റെ പടച്ചോനെ സ്വീകരിച്ചില്ല. ആ ഇബ കഅബ ശരീഫിക്ക് പിന്നെ മഹത്വം ഇല്ല. ഇബ്രാഹിം നബിക്ക് അതിന് പ്രതിഫലം കിട്ടുകയില്ല. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആർന്നത്. അതേ സ്വഭാവം നിങ്ങൾക്ക് വേണോ. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ പോകുമ്പോ അല്ലാഹ് നിന്റെ നിസ്കാരത്തെ സ്വീകരിക്കുക അല്ലാഹ്. പള്ളിയിൽ ദയിക്കുമ്പോ വേറെ ദുനിയാവ് ആലോചനാക്കിട്ട് മാത്രം ദയിക്കണ്ട. റബ്ബേ നാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹ് ഇത് നിന്റെ ഒട്ടും നീ സ്വീകരിക്കുക അല്ലാഹ്. ഗൾഫിടെ വന്ന മോണ് ഗൾഫിടെ വന്ന അപ്പൊ ചെറിയൊരു സെന്റർ ഒക്കെ എടുത്തോണ്ട് വന്നു. കാരണം ഉസ്താദ് കൊടുത്തില്ല എങ്ങനെ. കാരണം എപ്പോ ഉസ്താദ് കടവണ്ടിക്കിട മോണ് ഗൾഫിടെ പോയത് ഉസ്താദ് ദ്വാരന്നിട്ട് കടത്തിരോ അപ്പൊ വന്നത് കൊണ്ടുണ്ട് വലിയ ലഗേജ് കെട്ടി കൊടുത്തിട്ട് കൂടെ കാറിൽ ഇൽപ്പെടെ ഉസ്താദ് നോക്കി. അങ്ങനെ ഇതെല്ലാം വിചാരിച്ചിട്ട് എന്താക്കിയ ഒരു സെന്റർ ചെറിയ കുപ്പി കൊടുത്തിട്ട് കൊടുത്ത നോക്കുമ്പോ ഇത് ചില സെന്റ് അങ്ങനല്ലേ. ചില അത്ര എല്ലാവർക്കും പിടിക്കില്ല അല്ലേ. എല്ലാ അത്ര എല്ലാവരും പിടിക്കുവാ. അങ്ങനെ ഉസ്താദ് നക്കത് വേണ്ട നക്കത് വലിയ അത്ര ഇഷ്ടമില്ല. മനസ്സിൽ എത്ര ബേജാറാവും അവലെ ഞങ്ങൾക്കുള്ള അവിടെ ഒരാൾക്ക് ഒരു സാമാൻ കൊടുത്തെങ്കിൽ അത് അയാൾ വേണ്ട എന്നെങ്കിൽ ഭയങ്കര ടെൻഷൻ. സാധാരണ എല്ലാവർക്കും അവിടെതല്ലേ ഒരു വസ്തു നിങ്ങൾ കൊടുത്തിട്ടുണ്ടായെങ്കിൽ അത് അയാൾ സ്വീകരിച്ചില്ല നിങ്ങൾക്ക് ഭയങ്കര ബേജാറല്ലേ. ബേജാറാവൂടോ ആയെങ്കിലാ നിങ്ങൾ ആലോചന കറോ. നിസ്കരിച്ച നിസ്കാര പടച്ചോനെ സ്വീകരിച്ചില്ലണ്ടായെങ്ക
നോമ്പ് നോക്കി നോമ്പ് പടച്ചോന് സ്വീകരിച്ചില്ലണ്ടായങ്ങ ശരീപ്പിടമിട്ട് ഹജ്ജാക്കിട്ട് 2.5-3 ലക്ഷം രൂപ ഖർച്ചാക്കി പോയ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചില്ലണ്ടായങ്ങ. ഈ ഹജ്ജിക്ക് എന്തൊരു മഹത്വം ഉണ്ടോ? ഈ ഹജ്ജിക്ക് പ്രതിഫലം 6 കിട്ടോ? ഈ നിസ്കാരത്തിന് എന്തൊരു മഹത്വം ഉണ്ട്? അതുകൊണ്ട് അള്ളാഹുവിനോട് സ്വീകരിക്കണോ, ദുആർക്കണോ? അല്ലാ ഇങ്ങനെ ഞങ്ങളെ മനസ്സിലെപ്പോഴും വേണോ, അള്ളാഹുവിനോട് ദുആ വേണോ?